Hello everyone, welcome back to my channel. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെയർ എങ്ങനെ നമുക്ക് ഡ്രൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ കോലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ്. അപ്പം ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ അഫോർഡബിളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഈ ഒരു കോലത്തിലാണ് എൻ്റെ മുടി ഉള്ളത്. ഞാൻ എൻ്റെ മുടി ആദ്യം വാഷ് ചെയ്തു. വാഷ് ചെയ്യുന്ന സാധാരണ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഈ ഹെയർ ഡ്രയറും സ്ട്രൈറ്റ്നറും ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ച് തന്നെ ചെയ്യുക. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങളുടെ ഹെയറിൽ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല. സോ ഞാൻ ആദ്യം നിങ്ങൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യുക. അതിനുശേഷം ഞാനൊരു മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ മാസ്കിൻ്റെ ഡീറ്റെയിൽസ് വളരെ നല്ലൊരു മാസ്കാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടീഷണർ ആണെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യുക, മാസ്ക് ആണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക. രണ്ടും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട് ഞാൻ ടവൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ തല തോർത്താറില്ല. ജസ്റ്റ് ഒരു ടവൽ യൂസ് ചെയ്ത് ഞാനിപ്പം കാണിച്ച പോലെ കെട്ടി വെക്കാറേ ഉള്ളൂ. അങ്ങനെ ഒരു 10 minutes ഞാൻ വെക്കും. അപ്പോൾ തന്നെ എൻ്റെ മുടിയിൽ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ ജസ്റ്റ് ആ ഒരു വെള്ളമൊക്കെ പോവും. ആ ഒരു നല്ലപോലെ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ടവലാണ്. സോ നിങ്ങൾ അതുപോലെ ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ഒരു 10 minute അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയിലെ വെള്ളമെല്ലാം ആ ടവലിലേക്ക് അബ്സോർബ് ആവും. സോ ഇപ്പോൾ എൻ്റെ മുടി ഒരു 50% ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിലൊരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെറം ലിവോണിൻ്റെ സെറമാണ്. ഇതിന് നല്ലൊരു മണവും ഒക്കെ, ഇതിൻ്റെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ സെറം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്കൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ. നമ്മൾ ഡ്രയർ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ഹീറ്റാണ് നമ്മുടെ മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്, നമ്മുടെ മുടിയൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ സെറം യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല ഡാമേജ് ആയിരിക്കും. സോ ഇത് നിങ്ങൾ ഒരു സെറം എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യും. ഇതൊരു അഫോർഡബിളായിട്ടുള്ള സെറമാണ്. ഇതിൻ്റെ ചെറിയ ബോട്ടിൽ കിട്ടും. ഈ ബോട്ടിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ 250 rupees ആണ് ഈ ഒരു ബോട്ടിലിൻ്റെ വില. ഇതിൻ്റെ ചെറിയ ബോട്ടിലും മാർക്കറ്റിൽ അവൈലബിൾ. ഈ സെറത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫ്രിസ് കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മുടെ മുടി ജട പിടിക്കുന്നതൊക്കെ കൺട്രോൾ ചെയ്യാനും നല്ലൊരു സിൽക്ക് ആൻഡ് സ്മൂത്ത് എഫക്റ്റ് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സെറം. അങ്ങനെ നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഷൈനി എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം സിൽക്കി ഹെയർ കിട്ടും. ടാങ്കിൾസ് ഒന്നും കാണില്ല, നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മുടെ മുടി പിടിച്ച് നോക്കുന്നതെന്നൊക്കെ അറിയാം, നമ്മുടെ മുടി നന്നായിട്ട് സ്മൂത്ത് ആവും. സോ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു സെറം യൂസ് ചെയ്യും. ഇതിൻ്റെ ചെറിയ ബോട്ടിലും കിട്ടും. അപ്പോൾ ഇത് എൻ്റെ തീരാറായതുകൊണ്ട് ഞാൻ വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഓൾമോസ്റ്റ് തീരാറായതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ആദ്യം ഞാനെപ്പോഴും ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ബ്രാൻഡാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റുമ്പം ഞാൻ ആദ്യം ഒരു ഡെമോ നോക്കിയിട്ടേ ഞാൻ ഈ ഫേസിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഡെമോ നോക്കിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് സ്ട്രീക്സിൻ്റെ ആണ്. സ്ട്രീക്സിൻ്റെ പൊതുവേ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ചെറിയ ബോട്ടിലാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വില 60 ആണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഹെയർ 2 പാർട്ടീഷനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനിയും ഇതെങ്ങനെയാണ് ഈ സെറം അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇതുപോലെ തന്നെയാണ് എല്ലാ സെറം, ലിവോൺ സെറവും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് നിങ്ങളുടെ പാമിലേക്ക് ഒരു 2-3 drops എടുത്തിട്ട് നിങ്ങളുടെ പാമിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 നല്ല മണമുണ്ട് കേട്ടോ. എന്നാലും ലിവറിൻ്റെ മണമാണ് എനിക്ക് ഇച്ചിരി ഇഷ്ടം. എന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ ഹെയറിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരു 2-3 drops ആവശ്യമുള്ളൂ, ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കാൽപ്പിലും തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹെയറിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സ്കാൽപ്പിൽ തേക്കേണ്ട ആവശ്യമില്ല. ഹെയറിൽ മാത്രം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇത് തേച്ചപ്പോൾ ഉള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനേക്കാളും കുറച്ചും കൂടി ഷൈനി ആയിട്ടുണ്ട് ഈ ഒരു ഹെയർ. കണ്ടില്ലേ? ഈ ഒരു ഹെയറിനേക്കാളും കുറച്ചും കൂടി ഷൈനി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വീണ്ടും 2-3 ഡ്രോപ്സ് എടുത്തിട്ട് 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ സെക്ഷനിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്രിസിനെസ് ഒക്കെ മാറും. നിങ്ങളുടെ മുടിയിൽ എന്തെങ്കിലും ജടയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രിസിനെസ് ഒക്കെ മാറാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ മെയിൻലി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഹെയർ ഡ്രയറോ സ്ട്രെയിറ്റ്നറോ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഹെയറിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മുടിക്ക് നല്ലൊരു മണം ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ അടുത്തത്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തത് ഞാൻ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രയർ ഫിലിപ്സിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ? ഫിലിപ്സിൻ്റെ ഈ ഒരു ഹെയർ ഡ്രയറാണ്. ഇത് 1200 വാട്ടിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 800 വാട്ടിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. 1200 ഇത് നല്ലൊരു ഹെയർ ഡ്രയറാണ്. ഇതിന് 3 മോഡ്സാണുള്ളത്. ഒന്ന് സ്ലോ, ഫസ്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് സ്ലോ ആണ്. ചെറിയ ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഇത്. സെക്കൻഡിൽ വന്നിട്ട് ടെമ്പറേച്ചറും ഉണ്ട്, കുറച്ച് ഹീറ്റും കൂടിയാണ്, എന്നാൽ സ്പീഡും ഉണ്ട്. മൂന്നാമത്തെ വന്നിട്ട് നല്ല ഹീറ്റാണ്. അത് പെട്ടെന്ന് നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യാനും പിന്നെ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റനിങ്, ഒരു ബ്ലോ ഡ്രൈ പാർലർ ലൈക്ക് ലുക്ക് കിട്ടാനൊക്കെ ഈ തേർഡ് സെറ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ടെമ്പറേച്ചർ കൂടുതലാണ്, സ്പീഡും ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് മോഡിലിട്ട് കാണിക്കാം. കണ്ടില്ലേ? ഈ ഒരു ഇതാണ് ഫസ്റ്റ് മോഡ്. പിന്നെ നിങ്ങൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹെയർ ഡ്രയർ അല്ല ഷേക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ മുടിയാണ് നിങ്ങൾ ഷേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലാണ് പെട്ടെന്ന് നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നത്. ഓക്കെ, എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണത്. ഹെയർ ഡ്രയറാണ് ഷേക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ മുടിയാണ് നിങ്ങളിങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങളിങ്ങനെ ഷേക്ക് ചെയ്ത് ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാലാണ് നിങ്ങളുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നത്. സോ ഫസ്റ്റ് മോഡിൽ ഞാൻ ഇടാറില്ല, കാരണം ഒത്തിരി ടൈം എടുക്കും ഫസ്റ്റ് മോഡിലിട്ട് ചെയ്താൽ. ഞാൻ ഒന്നെങ്കിൽ സെക്കൻഡ് മോഡിലിട്ടാൽ നല്ല സ്പീഡുണ്ട്, ടെമ്പറേച്ചർ കുറവാണ്, എന്നാലും ടെമ്പറേച്ചർ ഉണ്ട് എന്നാലും കുറവാണ്. തേർഡ് മോഡിലാണ് നല്ല ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങളുടെ മുടി ഇച്ചിരി എൻ്റെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വളർന്നതുകൊണ്ട് ഇത്ര മുടി, ഇതാണ് എൻ്റെ ഒറിജിനൽ ഹെയർ, ഇവിടുന്ന് താഴോട്ടാണ് എൻ്റെ സ്ട്രെയിറ്റനിങ് ചെയ്ത ഹെയർ. ഇത്ര മുടി എൻ്റെ വളർന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സ്ട്രെയിറ്റനിങ് ആവാനും ഒരു നാച്ചുറൽ ഇതുമായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ, താഴെ മേളിലോട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി ഞാൻ തേർഡ് മോഡിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സ്ട്രെയിറ്റ്നർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇതിട്ട് തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്, ഇതിൽ 3 സെറ്റിങ്സ് ആണുള്ളത്. ഈ ഒരു ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഡ്രൈയും ചെയ്യാം സ്ട്രെയിറ്റനിങ്ങും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മുടി ഡ്രൈ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 90% എൻ്റെ മുടി ഡ്രൈ ആയിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റൻഡ് ലുക്കും കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു 2 കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ഹെയർ ഡ്രൈ ആക്കുകയും ചെയ്യാം, ഒരു സ്ട്രെയിറ്റ്നറിൻ്റെ പർപ്പസും സെർവ് ചെയ്യും ഈ ഒരു ഹെയർ ഡ്രയർ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനിയും
സ്ട്രെയിറ്റ്നർ എങ്ങനെ യൂസ് ചെയ്യാം, ഏത് സ്ട്രെയിറ്റ്നറാണ് നല്ലത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.